സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ മക്കള് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മാതാപിതാക്കൾ ചെലുത്തിയ സ്വാധീനം എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. എന്താ പേര്? മാർട്ടിൻ കണ്ണമ്പുഴ. മാർട്ടിൻ. ഓക്കെ, എവിടുന്ന് വരുന്നു? തവളപ്പാറയിൽ നിന്ന് വരുന്നു. മാർട്ടിൻ. എൽസി മാർട്ടിൻ. എൽസി മാർട്ടിൻ. മക്കൾ എത്ര പേരാ? 3 പേര്. 3 പേരുണ്ട്. അതിനകത്ത് ഒരാള് സിസ്റ്റർ ആയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേരാ? എൻ്റെ പേര് ജോയ്. ജോയ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം. 25 ജൂബിലി വർഷം. ഓക്കെ, യെസ്. ഭാര്യയുടെ പേര്? വിജി ജോയ്. വിജി. എവിടെ വീട്? എന്റെ സ്വന്തം വീട് അയ്യമ്പുഴ. ഓക്കെ, നിങ്ങളുടെ എന്റെ വീട് മൂക്കന്നൂര്. മൂക്കന്നൂരാണ്. ഓക്കെ, മക്കള് 2 പേര്. അതിലൊരാള് സിസ്റ്ററായി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഷോയിലേക്ക് നിങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, ഗുഡ്. പേര് ജോയ്. ജോയ്. സെബിപുരം മഞ്ഞപ്പുറം. സെബിപുരത്ത് നിന്ന് വരുന്നു. ഓക്കെ, ഭാര്യയുടെ പേര്? മിനി ജോയ്. മിനി ജോയ്. ജോയ് മിനി കൂട്ടുകെട്ട് എത്ര വർഷമായി? 26. ജൂബിലി കഴിഞ്ഞു അല്ലേ? ഓക്കെ, മക്കൾ 3 പേര്. അവര് സിസ്റ്റേഴ്സ്? 2 പേര് സിസ്റ്റേഴ്സ്. മോൻ +2 കഴിഞ്ഞു. മോൻ +2 കഴിഞ്ഞിരിക്കും. 2 പേര് സിസ്റ്റേഴ്സ് ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേര്? ടോണി. ടോണി. ഓക്കെ, സ്ഥലം? കാഞ്ഞൂര്. ഓക്കെ, ഭാര്യയുടെ പേര്? ലിറ്റി ടോണി. ലിറ്റി ടോണി. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 32 വർഷം. മക്കള്? 3 പേര്. അതിൽ എത്ര പേരാ സിസ്റ്റേഴ്സ്? 2 പേര് സിസ്റ്റേഴ്സ്. 2 പേര് സിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, സന്യാസ ജീവിതത്തിലേക്ക് മക്കൾ പ്രവേശിക്കുമ്പോൾ വിവാഹം ഒരു കൂദാശയായി സ്വീകരിച്ച മാതാപിതാക്കളുടെ ജീവിതം ഒരു വശത്ത്, മറുവശത്ത് മക്കളുടെ സന്യാസ ജീവിതം. ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്, ഇവ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം സ്വാധീനം ചെലുത്തുന്നതെന്നാണ് നമ്മൾ ഈ ഷോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇവരെ തന്നെ ശ്രമിക്കാം. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 25, 32, 26, 29 വർഷം എത്തിയവരാണ് അല്ലേ? നിങ്ങളുടെ വിവാഹ ജീവിതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനാ ചൈതന്യം, ധ്യാനിക്കുന്ന രീതി, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത ചില അവരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തതും അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 2 പേരും ഒരു കൂദാശ ജീവിതമാണ്. കഴിഞ്ഞ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 29 വർഷം. 29 വർഷമായി. 29 വർഷക്കാലം നിങ്ങളുടെ വിവാഹ ജീവിതം കൂദാശയായിട്ട് നയിക്കുകയാണ്. നിങ്ങളുടെ ഈ കൂദാശ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും നിങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിലെന്തായിരിക്കും നിങ്ങളുടെ മകളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഞങ്ങളുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മകളെ സ്വാധീനിച്ചിരിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ഞങ്ങൾ പരസ്പരം
കാര്യങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങൾ നല്ല പങ്കുവെക്കുന്ന മനോഭാവം. ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ട് തീരുമാനിച്ചിട്ടാണ് ഒരു കാര്യം നടപ്പിലാക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മക്കൾ പഠിപ്പിക്കുന്ന സ്കൂളും ഓക്കെ, അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്താണ്, ഞങ്ങൾ ഷെയർ ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പങ്കുവെക്കുന്ന മനസ്സ് അല്ലേ, കാര്യങ്ങൾ പങ്കുവെക്കൽ മാത്രമല്ല ജീവിതം തന്നെ പങ്കുവെച്ചു അല്ലേ. ഉവ്വ. ആ പങ്കുവെക്കുന്ന മനസ്സ് നിങ്ങളുടെ മകളെ സന്യാസ ജീവിതത്തിൽ പങ്കുവെക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. ഉണ്ടാവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. അതെ. ഓക്കെ, ഒരു ഉറപ്പുറവുണ്ട്, എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അമ്മച്ചിക്ക് എന്തോ പറയാനുണ്ടല്ലോ? ഞങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഷെയറിങ്ങും പങ്കുവെക്കലും ഞങ്ങൾ മക്കളായിട്ടും കൂടിയാണ് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് എന്ത് കാര്യങ്ങളുണ്ടായാലും അവരും കൂടിയാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആ നല്ല കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ആ മകളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പം അതും കൊണ്ടും കൂടി ആയിരിക്കും ഈ പങ്കുവെക്കുന്ന ഒരു അനുഭവം പറഞ്ഞു. വേറെ എന്തെങ്കിലും അമ്മച്ചിക്ക് പ്രത്യേകം പറയാനുണ്ടോ? പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയും ഒരുമിച്ച് നല്ല വഴക്കൊക്കെ ഇടൂലേ? അതൊക്കെ ഉണ്ടാവും. വഴക്കൊക്കെ ഇടൂലേ? അപ്പൊ ഈ വഴക്കൊക്കെ മക്കളെ അത്ര നല്ല സ്വാധീനിച്ചിട്ടുണ്ടാവില്ലല്ലോ. അല്ല, അവരപ്പ ഞങ്ങൾ പറഞ്ഞു തരും. അപ്പൊ പറയാറുണ്ട്, എന്ത് പറഞ്ഞാലും അങ്ങനെ എപ്പോഴും ഒന്നുമില്ല, എന്നാലും എല്ലായിടത്തും വഴക്ക് എല്ലാ വീടുകളിലും ഉണ്ട്, ചെറുതോ വലുതായ ഉണ്ട് അല്ലേ. പക്ഷെ അതിനെ നിങ്ങൾ റിസോൾവ് ചെയ്യും അല്ലേ. അതിനകത്തൊന്നും തട്ടി ജീവിതം പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെ ജീവിതത്തിന്റെ കുറവുകളിലും അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിസന്ധികളിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരേ മനസ്സോടെ മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ മകളെ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, കൊള്ളാം. അപ്പൊ നിങ്ങളുടെ പങ്കുവെക്കുന്ന മനസ്സ്, അതോടെ തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന മനസ്സ്, ഇതെല്ലാം മകളെ സഹായിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ കാര്യത്തിലോ. ഞങ്ങളുടെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വിജിയും കല്യാണം കഴിഞ്ഞ അന്ന് പോലെ വളരെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് വരെ കഴിഞ്ഞു പോകുന്നത്. അതെല്ലേ, ഞാൻ ഒരു അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഒരു വഴക്കും പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം വന്നു ഞാൻ മിണ്ടില്ല, ഞാൻ അങ്ങോട്ട് മാറിപ്പോളൂ. ഇല്ല, ഇന്ന് വരെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല, ഒരു കാര്യത്തിൽ ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ 25 വർഷം ഞാൻ പറഞ്ഞിട്ടില്ല. വലിയൊരു ജൂബിലി ഗിഫ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാല് ഞാനവിടെ മാറിപ്പോളൂ, മിണ്ടില്ല. അപ്പൊ ആൾക്കറിയാം അത് ഇഷ്ടമായില്ല എന്ന് അറിയാം. പറയേണ്ട കാര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിൽ ഇന്ന് വരെ അങ്ങനെ ഒരു അനിഷ്ടം ഞാൻ അവർക്ക് മുമ്പിൽ കാണിച്ചിട്ടില്ല. മക്കളുടെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും ഇന്ന് വരെ അല്ല, ഞങ്ങളൊരു വഴക്കൂടനെയോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഞങ്ങളുടെ മക്കള് രണ്ടുപേരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ നിങ്ങളുടെ ആ ഒരു പരസ്പരമുള്ള ഒരു അടുപ്പം അല്ലേ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങൾ അല്ലെ, പരസ്പരമുള്ള നന്മ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ മകളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്യുന്നതാണ്. ഞാനും വിജിയും മക്കളും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ഇഷ്ടക്കുറവിന്റെ ഒരു സംസാരം ഇന്ന് വരെ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഒരു ഫാമിലി മാൻ ആണല്ലേ. തീർച്ചയായിട്ടും. ഞാൻ വെച്ചാല് ശരിക്കും പറഞ്ഞാൽ വിജി എന്റെ കൂടെ വന്നേപ്പിനെയാണ് ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞത്. കാരണം ഇത് ജൂബിലി വർഷത്തിൽ വിജിക്ക് കേൾക്കാവുന്ന ഏറ്റവും നല്ലൊരു കമന്റ് ആണ് കേട്ടാ. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം വെച്ചാല് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോ എന്റെ അമ്മ മരിച്ചതാ. അപ്പൊ വെച്ചാൽ പിന്നെ വീട്ടിൽ വേറെ ആരുമില്ല, അങ്ങനെ ഒരു ജീവിതമായിരുന്നു എന്റേത്. പിന്നെ ഞങ്ങൾ 5 മക്കള്, ചേച്ചിമാരാണ്ടാളും കല്യാണം കഴിച്ചു. അപ്പൊ ഈ 3 വയസ്സിലെ അമ്മ മരിച്ചപ്പോ പിന്നെ എൻ്റെ അമ്മ ശരിക്കും ചേച്ചിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തെ ആണ് എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് അപ്പൻ മരിച്ചു. പിന്നെ അങ്ങനെയാണ് എൻ്റെ ജീവിതം പോയത്. പിന്നെ വിജയന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരിക്കും വെച്ചാൽ ഭാര്യ അമ്മയും എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്നേഹം ഇന്നും വിജയിക്കും, കടപ്പാട് നമുക്ക്. അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരു വഴക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭാര്യയെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭർത്താവാണല്ലേ. തീർച്ചയായിട്ടും. ഇത് മക്കൾ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിന്റെ വിജയം എൻ്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ, ഇത് മക്കൾക്കും ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ഇന്ന് വരെ അവർക്ക്. അപ്പൊ നിങ്ങളുടെ ആ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം പുലർത്തുന്ന ആ ഒരു നന്മ അല്ലേ, മക്കൾ കണ്ടിട്ടുണ്ട്. വിലമതിക്കുന്നത് അനുഭവം അത് മക്കൾ കണ്ടിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, വിജിക്ക് എന്തെങ്കിലും പ്രത്യേകം പറയാനായിട്ട്? കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ജീവിതം വളരെ സ്നേഹത്തോടും നല്ല പരസ്പര ധാരണ. എന്തായിരിക്കും ഈ മകൾക്ക് കിട്ടിയാണ് ഏറ്റവും വലിയൊരു നന്മ നിങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തിൽ നിന്ന്? അവർക്ക് മറ്റുള്ളവരെ ഇതുപോലെ തന്നെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് എല്ലാം ഷെയർ ചെയ്യാനുമുള്ള ഒരു മറ്റുള്ളവരെ സ്നേഹിക്കാൻ
അല്ലെ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടി. അല്ലെ അതുകൊണ്ടായിരിക്കും ഒത്തിരിയേറെ പേരെ സ്നേഹിക്കാൻ വേണ്ടി സന്യാസത്തിലേക്ക് പോയതല്ലേ? ആയിരിക്കും. ശരിക്കും നല്ല വിവാഹ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ കണ്ടു കഴിയുമ്പോൾ മക്കൾക്ക് കല്യാണം കഴിക്കാനല്ലേ തോന്നേണ്ടത്? സത്യം. പക്ഷേ അത് സത്യാഗ്രഹാണല്ലേ? പക്ഷെ ദൈവത്തിന്റെ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചായി പോയല്ലേ? പോയി. ശരിക്കും നിങ്ങൾ രണ്ടുപേരോട് സ്നേഹിക്കുന്നത് കണ്ടപ്പോ ചിലപ്പോൾ മകൾക്ക് തോന്നിക്കാണും ഇവർക്ക് രണ്ടുപേർക്ക് ഇത്രയും സ്നേഹിക്കാമെങ്കിൽ എനിക്ക് എത്രയോ പേരെ സ്നേഹിക്കാമെന്ന്. ഞങ്ങളത് പരസ്പരം ചോദിക്കാറ് എന്തുകൊണ്ടാ മോള് തിരിഞ്ഞു പോയെന്ന് എപ്പോഴും നമ്മളിനി ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ എന്ന് തോന്നിപ്പോയാ? അങ്ങനെ ചിലപ്പോ തോന്നിപ്പോയിട്ടുണ്ടല്ലേ? സ്നേഹ സമൃദ്ധമായതിന്റെ ആണല്ലേ? ഓക്കെ, കൊള്ളാം, ഗുഡ് ഗുഡ് കേട്ടോ, നന്നായിരിക്കുന്നു. നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മക്കൾ പകർത്തിയത് എന്തായിരിക്കും? രണ്ടുപേരല്ലേ സിസ്റ്റേഴ്സ് ആയത്? അതെ, രണ്ടുപേരുണ്ട്. അതെ, ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതമാണ്. അതെ, അത് ഞങ്ങൾക്ക് രാത്രി കിടക്കുമുറിയിൽ വെച്ച് വരെ ഞങ്ങൾക്ക് പോകുള്ളൂ. അത് വിട്ടു പോകില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങൾ അത് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും പള്ളിയിലും പോകും. പള്ളിയിൽ പോയി പള്ളി പോക്ക് മാത്രമല്ല കുർബാനയും സ്വീകരിക്കും. കുർബാന സ്വീകരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഓരോരോ ജോലിക്ക് പണിക്ക് അവരവർ പോകും. അമ്മ അടുക്കളയിൽ കയറും, അവര് ചായ എടുക്കും, അവര് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി. അങ്ങനെ അവര് പോണത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാവും. പക്ഷെ ആ വഴക്കുകളെ നമ്മൾ അനുരഞ്ജനത്തിലേക്ക് നയിക്കും. തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുകയും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുദാശകളിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയൊരു ചൈതന്യം മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അതാണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും. ഓക്കെ, കൊള്ളാം, ഗുഡ്. എന്താണ് അമ്മച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകം? എൻ്റെയൊക്കെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്ത് കാര്യം, ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ അപ്പച്ചനോടാണ് ആദ്യം അതെ, അപ്പച്ചനോട് നല്ല ബഹുമാനം. അപ്പൊ ആ ഒരു ബഹുമാനത്തിൽ, അല്ലെങ്കിൽ എന്താ പറയണേ, അപ്പച്ചൻ അറിയാത്തൊരു കാര്യം വീട്ടിലുണ്ടാവരുത്. ശരി, അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ അടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അപ്പച്ചനെ ഞാൻ എപ്പോഴും മുൻതൂക്കം കൊടുത്ത് അപ്പച്ചൻ്റെ ആ ഒരു സ്ഥാനം ഞാൻ അപ്പച്ചനെ അമ്മച്ചി ചങ്കോട് ചേർത്ത് വെച്ച സ്നേഹിക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേറൊരു സ്ഥലത്ത് ചെന്നാലും അനുസരിക്കാനും ക്ഷമിക്കാനും, അപ്പൊ അപ്പച്ചൻ വഴക്ക് പറയുമ്പോഴായാലും അതൊരു വഴക്കായിട്ട് കാണാണ്ട് ക്ഷമിക്കാനും. അതായത് സ്നേഹത്തിലുള്ള വിധേയത്വം, സ്നേഹത്തിലുള്ള സമർപ്പണം, അത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പച്ചൻ ചിലപ്പോൾ വഴക്ക് പറഞ്ഞാൽ പോലും അത് സത്യം തന്നെ പറഞ്ഞത് അപ്പച്ചനോട് തുറന്ന് പറഞ്ഞ്, ചില വീടുകളിലൊക്കെ ഇങ്ങനെ പറയാതെ ഇരുന്നിട്ട് പ്രശ്നങ്ങൾ വരുമല്ലോ, അതിലും നല്ലതാണ് എന്തായാലും അപ്പച്ചനെ അറിഞ്ഞിട്ട് മതി നമ്മുടെ വീട്ടിലൊരു ചെറിയ കാര്യമില്ല, അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുറന്ന് സംസാരിക്കാനും അല്ലേ? മാത്രമല്ല ഒരു വിധേയത്വത്തോടു കൂടെ ജീവിക്കുവാനും, അങ്ങനെ ജീവിതത്തിൽ എവിടെ പോയാലും അപ്പൊ അതവർക്ക് ഒരു പ്രയോജനമാവും. അതന്നെ നിങ്ങളുടെ ജീവിതം വഴി അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് മക്കൾ പകർത്തിയ പുണ്യം എന്തായിരിക്കും? ഞങ്ങൾ തമ്മിൽ ഇതേവരെ ഒരു വഴക്കുണ്ടായിട്ടില്ല. ഓക്കെ, ഇതുവരെ നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ല? ചെറിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഒന്നുമില്ലേ? അത്രയ്ക്ക് നല്ല ധ്യാനം അല്ലേ? എനിക്ക് ഈ റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ബിസിനസ്. ഓക്കെ, 30-35 വർഷമായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്കമാലിൽ കടയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് വലിയൊരു സാമ്പത്തിക നഷ്ടം വന്നു. ഓക്കെ. അപ്പോൾ പിന്നീട് കുറേ കാലങ്ങളിൽ അത് അങ്ങനെ പോയി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തിങ്ങലുണ്ടാവുമല്ലോ. ശരി. പക്ഷെ ഒരിക്കൽ പോലും ലിറ്റി കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ സാമ്പത്തിക നഷ്ടം വന്നിട്ടും ഭാര്യയുടെ ഭാഗത്ത് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ പല പ്രൊജക്റ്റുകളും പല രീതിയിലും ചെയ്യുമ്പോൾ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടിങ് ആയിരുന്നു ആള്. പ്രോത്സാഹനം തന്നു. അങ്ങനെ ഭർത്താവിനെ ബഹുമാനിക്കാൻ ഭാര്യയ്ക്കുള്ള ആ ഒരു മനസ്ഥിതി ഇതൊക്കെ കുട്ടികൾ കാണുന്നുണ്ടല്ലോ. അത് ഭർത്താവിൻ്റെ കുറവിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റാതെ പരാജയപ്പെടുമ്പോഴും ആ പരാജയത്തിലും കൂടെ നിൽക്കുന്ന തള്ളി പറയുന്നില്ല. തീർച്ചയായിട്ടും അത് മക്കൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇപ്പോൾ അവർക്ക് മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നമ്മളത് ഒരു രീതിയിൽ കാണുന്നത്. അതെ, അല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ നോക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലേ പ്രഷർ അവർക്ക് കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ അപ്പച്ചൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ നിമിഷത്തിൽ പോലും എൻ്റെ ഭാര്യ എന്നെ തള്ളി പറയാതെ എൻ്റെ കൂടെ നിന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് അതൊരു സ്വാധീനമായിട്ടുണ്ടാവും. ഓക്കെ, ഗുഡ്. ലിറ്റി ചേച്ചി എന്ത് പറയണോ? എന്തായിരിക്കും നിങ്ങളുടെ ബന്ധത്തിലൂടെ മക്കൾക്ക് പകർന്നു കൊടുത്ത ഏറ്റവും വലിയൊരു നന്മ? ഞാൻ പറയുമ്പോൾ എൻ്റെ സിസ്റ്റർ മോള് പറയാറുണ്ട്, നമ്മൾ ഇപ്പം ഞങ്ങളങ്ങനെ അവരെ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് അല്ല, നമ്മൾ അവരെ എല്ലാ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് തന്നെയാണ് നമ്മളവളെ വളർത്തിയേക്കണത്. നമ്മൾ വിഷമമൊന്നും അറിയിക്കാതെയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വിഷമമൊക്കെ വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വളർത്തിയേക്കണത് കൊണ്ട് അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ അത് വളരെ ഉപകാരം ചെയ്തു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് കണ്ടാൽ അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് നന്നാവും അല്ലേ? ഏത് പുണ്യായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയിൽ? ഒന്നാമത്തെ എല്ലാവരും കൂടിയുള്ള ആ ഒരു സ്നേഹവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനസ്സ് അല്ലേ? നേരത്തെ അപ്പച്ചൻ പറഞ്ഞപ്പോൾ പരാജയത്തിലും ഒരാൾ ഉൾക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയില്ലേ? അപ്പൊ നമ്മുടെ മക്കൾക്ക് ഏത് സന്യാസ സമൂഹത്തിൽ ചെന്നാലും ശരി, കുറവുകളിലും ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവും അല്ലേ?
അതിനൊരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നില്ല. ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ സ്നേഹബന്ധം നിങ്ങളുടെ മക്കളുടെ സന്യാസ ജീവിതത്തെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ സ്വീകരിച്ചത് വിവാഹം ഒരു കൂദാശയായിട്ടാണ്, അല്ലേ? വിവാഹം ഒരു കൂദാശയായിട്ടാണ് സ്വീകരിച്ചത്. ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് സന്യാസം എന്ന് പറഞ്ഞ കൂദാശ അല്ലെങ്കിലും അവർ സ്വീകരിച്ചിരിക്കുന്ന വ്രതങ്ങളിലൂടെ ഒരു കൂദാശയ്ക്ക് അടുത്ത ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണമാണ് അവർ നയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഈ ക്രൈസ്തവ വിവാഹ ജീവിതം ഒരു കൂദാശയായതും ഇവരുടെ സന്യാസ ജീവിതവും തമ്മിലുള്ള സമാനതകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും നിങ്ങൾ തമ്മിലുള്ള സമാനത? മാർട്ടിൻ. രണ്ടും സമർപ്പണ ജീവിതം തന്നെയാണ്. രണ്ടും സമർപ്പണമാണ്. അല്ല നോക്കിട്ടെ, താങ്കൾ ആർക്കാ സമർപ്പിച്ചത്? ഞാൻ ഭാര്യയ്ക്ക് സമർപ്പിച്ചു, മക്കൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഭാര്യയ്ക്കും മക്കൾക്ക് സമർപ്പിച്ചു. അവരോ? ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ ആർക്കാ സമർപ്പിച്ചത്? ഞങ്ങൾ മക്കൾക്ക്. നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലേ? ഞങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞത്? എല്ലാവർക്കും കൂടിയാ നമ്മളും സമർപ്പിച്ചു. നമ്മളുടെ സമർപ്പണ ജീവിതമാണ്. അതെ, മക്കളും മകള് തെരഞ്ഞെടുത്തിരിക്കുന്നതും ഒരു സമർപ്പണ ജീവിതം തന്നെയാണ്. കറക്റ്റ് അല്ലേ? ക്രിസ്തുവിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സമർപ്പിച്ചു. അവരോ ക്രിസ്തുവിൽ അവരെ തന്നെ സന്യാസ ജീവിതത്തിനായിട്ട് അല്ലെങ്കിൽ ആ സമൂഹത്തിനോട് ചേർത്ത് സമർപ്പിച്ചു. ശരിയല്ലേ? അപ്പം സമർപ്പണം രണ്ട് ജീവിതങ്ങളിലുണ്ട്. അപ്പം നിങ്ങളുടെ സമർപ്പണം അവരുടെ സമർപ്പണത്തിൻ്റെ മാധുര്യം കൂട്ടിയിട്ടില്ലേ? വിവാഹം കൊടുക്കുന്ന നല്ലൊരു കോൺട്രിബ്യൂഷൻ അല്ലേ അത്? ശരിയല്ലേ? സന്യാസ ജീവിതത്തിലേക്ക് നല്ല ഭാര്യ ഭർത്തൃ ബന്ധം, കൂദാശയായ ജീവിതം, സന്യാസ ജീവിതം, സമർപ്പണത്തിൻ്റെ ജീവിതം നിങ്ങളിലൂടെ മക്കളിലേക്ക് പകർന്നു കിട്ടിയിട്ടില്ലേ? ഓക്കെ, അപ്പം സമർപ്പണം. വേറെ എന്താണ് വിജി എന്താ പറയാൻ വരുന്നുണ്ടല്ലോ? എന്തായിരിക്കും അത്? നേരത്തെ പറഞ്ഞ പോലെ രണ്ടും സമർപ്പണ ജീവിതം യേശുവിലേക്ക് സമർപ്പിച്ചതാണ്. ഞങ്ങൾ പരസ്പരം കുടുംബജീവിതമായിട്ട് ക്രിസ്തുവിനെ സമർപ്പിച്ചു. അവര് സന്യാസമായി സമർപ്പിച്ചു. രണ്ടും സമർപ്പണം തന്നെയാണ്. പിന്നെ അവര് ക്രിസ്തുവിന്റെ മണവാട്ടിയായി. നിങ്ങൾ പരസ്പരം മണവാട്ടിയായി. അങ്ങനെയാണോ? അങ്ങനെയല്ല, നിങ്ങളും ക്രിസ്തുവിന്റെ പങ്കാളികളാണ് അല്ലേ? വിവാഹ ജീവിതത്തോടെ സമർപ്പിച്ച ക്രിസ്തുവിനെ സമർപ്പിച്ചാണ് അല്ലേ? ഓക്കെ, ഈ സമർപ്പണം കൂടാതെ വേറെ എന്തെങ്കിലും സമാനത ഉണ്ടോ ഈ രണ്ട് ജീവിതങ്ങൾ തമ്മിൽ? നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ സന്യാസമുണ്ട്, വിവാഹമുണ്ട്. എന്നീ സമാനതകൾ? യെസ്, ഞങ്ങളിൽ മാത്രം സമർപ്പിച്ചു. ഭാര്യയും ഭർത്താവും ദൈവത്തിൽ സമർപ്പിച്ചു. അവര് മറ്റുള്ളവരിലേക്ക് സമർപ്പിച്ചു. ദൈവത്തിന് സമർപ്പിച്ചു, മറ്റുള്ളവർക്ക്. ഓക്കെ, സമർപ്പണത്തിന്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നു. ഈ സമർപ്പണം അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സമാനത ഉണ്ടോ? അവര് ത്യാഗത്തിൽ കൂടെയുള്ള സമർപ്പണമാണ്. നിങ്ങൾക്ക് ഇതില്ലേ? അല്ല, നമ്മളെക്കാൾ കൂടുതൽ ത്യാഗം സഹിക്കുന്നത് സന്യാസിനികളാണ്. അങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതെയോ? ശരിക്കും വിവാഹ ജീവിതമാണോ സന്യാസ ജീവിതമാണോ എളുപ്പം? സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് സന്യാസ അച്ഛന്മാരും സിസ്റ്റേഴ്സും. വിവാഹം വെല്ലുവിളിയാണെങ്കിലും രണ്ടുപേരും അവസാനിപ്പിക്കുന്നുണ്ട്. എന്നാലും രണ്ടുപേരും പരസ്പരം ഇതുപോലെ ഷെയർ ചെയ്ത് കുടുംബജീവിതം കൂടുതലും 100. ചേച്ചി ഞാനൊന്ന് പറയട്ടെ, ഈ ഷെയറിങ് അത്ര എളുപ്പമാണോ? എളുപ്പമല്ല. എന്നാലും നമ്മൾ എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ? 29 വർഷമായി പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ? എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ടാവും? 10,000 കണക്കിന് തവണ ഒരേ കാര്യത്തിന് ശ്രമിച്ചിട്ടില്ലേ? അത്ര എളുപ്പമാണോ? എളുപ്പമല്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണല്ലോ. അതന്നെ ശരി. രണ്ട് ജീവിതങ്ങളിലും ത്യാഗമുണ്ട്. രണ്ട് ജീവിതങ്ങളിലുണ്ടെന്ന്. ഒന്നിൽ കൂടുതൽ ഒന്നിൽ കുറവെന്നൊന്നും പറയാനില്ല അല്ലേ? രണ്ട് ജീവിതങ്ങളിലും ത്യാഗമുണ്ട്. പിന്നെ നമ്മൾ ധരിക്കുന്നത് നമുക്കൊരാൾ സ്വന്തമായിട്ടുണ്ടെന്ന് പറയാലോ. അവർക്കാരുള്ള അവർക്കുണ്ടെന്ന് ഒരു സമൂഹമില്ലേ? ശരി, രണ്ട് ജീവിതം ത്യാഗമുണ്ട്. പിന്നെ വേറെ എന്താണ്? സമർപ്പിത ജീവിതത്തിൽ അവര് വ്രതം എടുക്കണ്ടല്ലോ, അനുസരണം. കുടുംബജീവിതത്തിലായാലും ഈ അനുസരണത്തിലൂടെയും ഈ ക്ഷമയിലൂടെ ഒക്കെ പോയാൽ മാത്രമാണ് നിങ്ങളും പ്രതിജ്ഞ ചെയ്തല്ലേ ഇറങ്ങിയത്. അതെ, അത് മുന്നോട്ട് പോണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു കൃപ വേണം. അവർ 3 വ്രതങ്ങൾ എടുത്തിട്ടുണ്ട്: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. ശരിയല്ലേ? നിങ്ങൾ ഈ വ്രതങ്ങൾ വേറൊരു അർത്ഥത്തിൽ എടുക്കുന്നുണ്ട്. കൊള്ളാം, ഗുഡ്. അപ്പൊ അത് മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ദൈവത്തിന്റെ കൃപ വേണം. ദൈവത്തിന്റെ കൃപ രണ്ടു കൂട്ടർക്കും ആവശ്യമാണ്. അതൊരു സമാനതയാണ്. പിന്നെ വേറെ ലിറ്റി ചേച്ചി എന്തായിരിക്കും? സമർപ്പണത്തിലുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ത്യാഗത്തിലുണ്ട്, വ്രതങ്ങൾ എടുക്കുന്നതിലുണ്ട്, പിന്നെ അനുസരണത്തിലുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും? അവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങനെ പോണെങ്കിൽ മഠത്തില് എല്ലാവരുമായിട്ട് അങ്ങനെ പോയാൽ കമ്മ്യൂണിറ്റി ലൈഫ് നടത്തണമെങ്കിൽ കമ്മ്യൂണിറ്റി ലൈഫ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചുള്ള ഒരു ജീവിതമല്ലേ? അവർക്ക് ഒരുമിച്ചുള്ള ഒരു ജീവിതമല്ലേ? അല്ലെ? നിങ്ങളൊരു കമ്മ്യൂണിറ്റിയാണ്, അവരൊരു കമ്മ്യൂണിറ്റിയാണ്. ശരിയല്ലേ? അത് ഇത്തിരി വലിയ കമ്മ്യൂണിറ്റി, അത് ഇത്തിരി വലുതാണ്, നമ്മൾ ഇത്തിരി ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു സമാനതയുണ്ട്. പിന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. എന്താണത്? എന്തിനാ കല്യാണം കഴിച്ചു ജോയി? അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുടുംബജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ അത് ഒരു ശരിക്കും പറഞ്ഞാൽ അതും ഒരു സമർപ്പിത ജീവിതം തന്നെയാണെന്ന് പറയാം. അതെ, ഇപ്പോൾ മക്കള് അത് പോയത് സന്യസ്ത ജീവിതമായി കഴിഞ്ഞാലും അത് ഒരു സമർപ്പിത ജീവിതമാണ്. രണ്ടിനും ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായി. അത് തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ ഒരു കൃപ ഉണ്ടെങ്കിലേ നമ്മൾ ഇത് എല്ലാം നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകാം. ശരിയാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ല. എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കാനും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും. വിവാഹം കൂദാശ എന്തിനാ നമ്മൾ അന്ന് ഏറ്റു പറയുന്നുണ്ട്. കുടുംബജീവൻ നയിച്ച് എന്തിനാണത്? കുടുംബജീവൻ നയിച്ച് മക്കള് വേണം, അവരെ മക്കളൊക്കെ വളർത്തി എന്തിനാണ് അന്ന് നമ്മൾ വ്രതവാഗ്ദാനം ചെയ്യുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ ഏക മനസ്സായി ഒരുമിച്ച് ജീവിച്ചോളാം. എന്തിന്? നിങ്ങളുടെ ജീവിതത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ രണ്ടുപേര് കല്യാണം കഴിച്ച് മക്കൾക്ക് ജന്മം നൽകിയില്ലേ? ഇല്ലേ? ഈ മക്കൾക്ക് ജന്മം നൽകി നിങ്ങൾ അവരെ നന്മയിൽ വളർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവരാജ്യം വളരാല്ലേ? തീർച്ചയായിട്ടും. ദൈവരാജ്യം വ്യാപിപ്പിക്കുകയല്ലേ ഈ വിവാഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഈ സന്യാസത്തിന്റെ ലക്ഷ്യോ അത് തന്നെയാണ്. ദൈവരാജ്യം, സുവിശേഷം പ്രഘോഷിക്കുക, ദൈവരാജ്യം വ്യാപിപ്പിക്കുക. ശരിയല്ലേ? യെസ്, ആ ദൈവരാജ്യം, അതിനകത്ത് സമാനതയുണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നിട്ട് പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതിൻ്റെ അടയാളമായി മാറാണ്. നിങ്ങളുടെ മക്കള് സമ്പൂർണ്ണമായി ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ അടയാളമായിട്ട് മാറാണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ സമർപ്പണത്തിൽ മാത്രമല്ല, ലക്ഷ്യത്തിലും ഈ പറഞ്ഞ സുവിശേഷവൽക്കരണത്തിലും ഒക്കെ സമാനതകളുണ്ട്. യെസ്, നിങ്ങൾ അത്രയും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണെന്ന്. കൊള്ളാം, ഗുഡ്. നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ട് ഈ ഷോ അവസാനിപ്പിക്കേണ്ട സമയമായി. പ്രിയമുള്ളവരെ, സന്യാസ ജീവിതവും വിവാഹം എന്ന കൂദാശ ജീവിതവും തമ്മിൽ വളരെ സാരമായ അടുപ്പമുണ്ട്. ഈ സന്യാസ ജീവിതത്തിൻ്റെ സമർപ്പണത്തിലേക്ക് കടന്നു വരാനായിട്ട് സന്യാസിനികളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളുടെ പരസ്പരമുള്ള സമർപ്പണമാണ്, അവരുടെ പരസ്പരമുള്ള ഐക്യമാണ്, പങ്കുവെക്കലാണ്, അവരുടെ ക്രിസ്തുവിലുള്ള ഒന്നാകലാണ്. വിവാഹ ജീവിതം ഈ അർത്ഥത്തിൽ ജീവിക്കുമ്പോൾ മക്കള് സന്യാസത്തിൻ്റെ, വൈദിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അടുത്ത എപ്പിസോഡിൽ ഇവരുമായിട്ട് മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. ഞാനിപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് അവരാവണമെന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതാവുന്നതിലും ഞങ്ങൾ തൃപ്തരാണ്. ഞാൻ തൃപ്തനാണ്. ശരി. ആദ്യമൊക്കെ അവള് സിസ്റ്റർ ആവാൻ പോകുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞിട്ടിരുന്നത് മാർട്ടിന്റെ മകൾ എന്നാണ്. മാർട്ടിന്റെ മകൾ എന്നാണ്. ഇപ്പൊ മറ്റുള്ളവർ പറയുന്നത് ആ സിസ്റ്റർ മീനുവിന്റെ അപ്പനാണെന്നാണ്. ഒരു വലിയൊരു മാറ്റം വന്നു അല്ലേ? നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലായിരിക്കുന്ന ഒരു ദൈവവചനം ഏതായിരിക്കും? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അത് ക്രിസ്തുവിന്റെ മണവാട്ടി ആയിട്ടാണല്ലോ പോയിരിക്കുന്നത്. അതെ. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയും നമ്മുടെ ജനത്തിന് വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടിയും വേല ചെയ്യാനായിട്ടാണ് പോയത്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു. ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു.